അൺനോൺ നമ്പറോ? ഹലോ സാർ, നിങ്ങളുടെ അനിയൻ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവന് ജാമ്യം കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യും. ഞാനൊന്നും ചെയ്തില്ല ചേട്ടാ, പ്ലീസ് എന്നെ രക്ഷിക്കും. അതേടാ, അവൻ തന്നെയാ നിലവിളിക്കുമായിരുന്നു. അതിന് എന്റെ അനിയന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ഹലോ. ഇന്ത്യയിൽ സൈബർ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. നിങ്ങളുടെ പണം തട്ടിയെടുക്കാൻ തട്ടിപ്പുകാർ എല്ലാ ദിവസവും പുതിയ തന്ത്രങ്ങൾ പഠിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേ തന്ത്രങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ പരിഹാരങ്ങൾ ചർച്ച ചെയ്യും. ശരി, നമുക്ക് പ്രായോഗികമാകാം. നിന്റെ ഫോണിലെ സെറ്റിംഗ്സ് തുറക്ക്. ഓക്കെ, ഇനി നോക്ക്. ഇതൊരു കോമൺ സെൻസിന്റെ വായ. ഇപ്പോൾ വീട്ടിലൊരു പൂട്ട് മാത്രമേ ഉള്ളുവെങ്കിൽ മോഷണം നടക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ 2 പൂട്ടുണ്ടെങ്കിൽ മനസ്സിന് അല്പം സമാധാനം ലഭിക്കും. 2 ഫാക്ടർ ഓതന്റിക്കേഷനും ഇതുപോലെ തന്നെയാണ്. ഇത് ഓൺ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിന് ഒരധിക സുരക്ഷ ലഭിക്കുന്നു. ലോഗിൻ ചെയ്യാൻ പാസ്വേഡ് മാത്രം പോരാ, നിനക്ക് വന്ന OTPയും വേണ്ടി വരും. അതായത് OTP രണ്ടാമത്തെ പൂട്ടായി പ്രവർത്തിക്കുമോ? തീർച്ചയായും. തട്ടിപ്പുകാരന് നിന്റെ പാസ്വേഡ് കിട്ടിയാലും OTP കിട്ടിയില്ലെങ്കിൽ ഗേറ്റ് തുറക്കില്ല. അതുകൊണ്ട് ഇമെയിൽ, ബാങ്ക്, UPI, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവിടങ്ങളിലെല്ലാം ഈ ഡബിൾ പൂട്ടിടണം. അടിപൊളി. 5 മിനിറ്റത്തെ പണി, ഇത്രയും വലിയ ടെൻഷനിൽ നിന്ന് ആശ്വാസവും. എല്ലാ മാസവും ഒരിക്കൽ ജിമെയിൽ, ഫേസ്ബുക്ക്, പേയ്മെന്റ് ആപ്പുകൾ എന്നിവയുടെ സെറ്റിംഗ്സിൽ പോയി ആക്റ്റീവ് ഡിവൈസസ് ലോഗിൻ പരിശോധിക്കുക. അറിയാത്ത ഏതെങ്കിലും ഫോണോ ഡിവൈസോ കണ്ടാൽ ക്ഷണിക്കാതെ ആരോ നിന്റെ വീട്ടിൽ കയറി എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യണം? സിമ്പിൾ ആണ്. ഉടൻ തന്നെ ആ ഡിവൈസ് റിമൂവ് ചെയ്ത് ലോഗ് ഔട്ട് ചെയ്യുക. പാസ്വേഡ് മാറ്റുക. അപ്പോൾ വിശ്വസനീയമായ ഡിവൈസുകൾക്ക് മാത്രമേ വീണ്ടും ലോഗിൻ ചെയ്യാൻ കഴിയൂ. മാത്രമല്ല, ആൻഡ്രോയിഡ് ഫോണുകളിൽ അപകടകരമായ ഒരു സെറ്റിംഗ് ഉണ്ട്. അജ്ഞാതമായ സ്രോതസ്സുകളിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അനുമതി ഇത് നിയന്ത്രിക്കുന്നു. ഇത് തെരുവിന്റെ മുകളിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നത് പോലെയാണ്. എപ്പോഴാണ് ശുദ്ധം, എപ്പോഴാണ് വിഷം, ചേരുവകൾ എവിടെ നിന്നാണ് വരുന്നത്, പൂർണ്ണമാണോ അല്ലയോ ഒന്നും അറിയില്ല. ഇത്തരം കാര്യങ്ങൾ ഭാഗ്യത്തിന് വിടുന്നത് അല്പം അപകടകരമാണ്. അതിനാൽ സെറ്റിംഗ്സിൽ പോയി അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള ഡൗൺലോഡ് അനുവദിക്കുന്നത് ഓഫ് ചെയ്യുക. അതായത് അനാവശ്യമായ ആപ്പുകൾക്കൊന്നും ഇനി എന്റെ ഫോണിൽ വരാനാകില്ല. അകത്ത് കടക്കാൻ കഴിയാത്തതിന് യാതൊരു കേടുപാടും വരുത്താനും കഴിയില്ല. SMS, ആപ്പ് അലർട്ടുകൾ ഓൺ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നടക്കുന്ന ഇടപാടുകളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയും ഉണ്ടാകില്ല. ഇന്നത്തെ UPI കാലത്ത് നമ്മൾ തന്നെ ദിവസം 5 മുതൽ 6 വരെ ഇടപാടുകൾ നടത്താറുണ്ട്. ആഴ്ചകൾ കഴിഞ്ഞാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്. അപ്പോൾ പകുതി ഇടപാടുകളും ഓർമ്മയുണ്ടാകില്ല. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ അലർട്ടുകൾ ഓൺ ആക്കി വെക്കുക. അതിലൂടെ എന്ത് ഇടപാട് നടന്നാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങളുടെ അറിവില്ലാതെ ആർക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇടപാടുകൾ നടത്താൻ കഴിയില്ല. ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഇടപാട് നടന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ബാങ്കിൽ വിളിച്ച് ആ ഇടപാട് റിപ്പോർട്ട് ചെയ്യുക. വൈകുന്തോറും പണം തിരികെ കിട്ടാനുള്ള സാധ്യതയും കുറയും. ലോക്ക് സ്ക്രീനിൽ OTP കാണുന്നുണ്ടെങ്കിൽ തട്ടിപ്പുകാരെ നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇതാ OTP, മോഷ്ടിച്ചു, എന്റെ അക്കൗണ്ട് കാലിയാക്കിച്ചു. അതായത് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ കണ്ടാലും പ്രശ്നമാണോ? അതെ, 100%. മെട്രോ, ട്രെയിൻ, ബസ് അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലത്ത് നിങ്ങളുടെ പിന്നിൽ നിന്ന് ആരാണ് നിങ്ങളുടെ ഫോണിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഇതിനെയാണ് ഷോൾഡർ സർഫിംഗ് എന്ന് പറയുന്നത്. നിരവധി ആളുകൾ ഇതിന് ഇരയായിട്ടുമുണ്ട്. അതിനാൽ സെറ്റിംഗ്സിൽ പോയി ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തു. ഇപ്പോൾ കുറച്ച് സുരക്ഷിതത്വം തോന്നുന്നുണ്ട്. തൽക്കാലത്തേക്ക് നീ നിന്റെ ഫോൺ സുരക്ഷിതമാക്കി. പക്ഷേ ഇതൊരു വൺ ടൈം കാര്യമല്ല. ഒരിക്കൽ ചെയ്താൽ ജീവിതകാലം മുഴുവൻ സുരക്ഷ കിട്ടാൻ നീ ഇതെല്ലാം സ്ഥിരമായി പരിശോധിക്കേണ്ടി വരും. കൂടാതെ നീ ശീലിക്കേണ്ട 3 കാര്യങ്ങൾ കൂടിയുണ്ട്. ശീലം നമ്പർ 1. ആദ്യം തന്നെ രോഹൻ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. QR കോഡിന്റെ ജോലി ഒന്നേ ഉള്ളൂ, പണം അയക്കുക. ആരെങ്കിലും നിനക്ക് ക്യാഷ് തരുമ്പോൾ എന്ത് പറയും? വാലറ്റ് തുറക്കൂ അല്ലെങ്കിൽ വാലറ്റ് ഇങ്ങ് തരൂ. QR എന്നത് വാലറ്റ് നൽകുന്നത് പോലെയാണ്. റീഫണ്ടിനായി സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ നിങ്ങളെ കെണിയിലാക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ വലിയ തെറ്റ്, UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ ആളുകൾ തുക നോക്കും, പക്ഷെ പേര് ശ്രദ്ധിക്കില്ല. അവിടെയാണ് തട്ടിപ്പ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും തുക മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ നീയും വലിയ അപകടത്തിലാണ്. UPI പേയ്മെന്റിൽ ലോജിക് വേണം. പണം അയക്കുമ്പോൾ പേര് ഉറപ്പായും പരിശോധിക്കുക. പേര് തെറ്റാണെങ്കിൽ അപ്പോൾ തന്നെ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യുക. സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം തോന്നിയാൽ ക്യാൻസൽ ചെയ്യുക. ക്ലയന്റിന്റെ പേരുമായി വ്യത്യാസമുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. പേര് തന്നെ തെറ്റാണെങ്കിൽ പണം എങ്ങനെ ശരിയായ സ്ഥലത്തെത്തും? അവസാനമായി എല്ലാ ഞായറാഴ്ചയും ഒരു 10 മിനിറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാൻ മാറ്റിവെക്കുക. ഗ്യാസ് സിലിണ്ടർ തീർന്നോ എന്ന് അമ്മ പരിശോധിക്കുന്നത് പോലെ പാൽക്കാരന് കൊടുത്ത പണം കൂടിപ്പോയോ അതുപോലെ ട്രാൻസാക്ഷനുകളും പരിശോധിക്കുക. എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നിയാളോ എങ്കിൽ ഉടൻ തന്നെ ബാങ്കിലേക്ക് വിളിക്കുക. വൈകിക്കാൻ സമയമില്ല. വികാരാധീനരാകാനും പാടില്ല. നിങ്ങളുടെ ജീവിതം ഒരു ടെലിവിഷൻ സീരിയൽ അല്ല.
ഇവിടെ പ്രവർത്തിക്കുക മാത്രമാണ് പോംവഴി. ഇനി ഏറ്റവും അപകടകരമായ ഇന്ത്യൻ ശീലം പറയാം. ഏജന്റ് വാട്സാപ്പിൽ ലിങ്ക് അയക്കുന്നു, നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നു. ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ് സബ്സ്ക്രിപ്ഷൻ പേയ്മെന്റുകൾ എല്ലാം കമ്പനിയുടെ ആപ്പിലോ ഔദ്യോഗിക വെബ്സൈറ്റിലോ മാത്രം ചെയ്യുക. പക്ഷേ ഏജന്റ് നമുക്ക് പരിചയമുള്ള ആളായിരിക്കുമല്ലോ. തട്ടിപ്പുകാരും പലപ്പോഴും പരിചയക്കാരായി തന്നെയാണ് വരുന്നത്. റൂൾ ലളിതമാണ്. ലിങ്കുകൾ തുറക്കരുത്. നിങ്ങൾ തന്നെ ആപ്പ് തുറക്കുക. വെബ്സൈറ്റ് അഡ്രസ് സ്വയം ടൈപ്പ് ചെയ്യുക. ഗൂഗിളിൽ നിന്ന് നമ്പർ എടുക്കരുത്. ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക. കമ്പനി യാഥാർത്ഥ്യമാണെങ്കിൽ അതിന്റെ അഡ്രസ്സും ശരിയായ സ്ഥലത്തുണ്ടാകും. വാട്സാപ്പിലൂടെ പണം നൽകാൻ പറയുന്നവരോട് ഒഫീഷ്യൽ ആപ്പ് വഴിയേ ഞാൻ ചെയ്യൂ എന്ന് പറയുക. അയാളുടെ പ്രതികരണം കണ്ടോളൂ. തട്ടിപ്പുകാരന്റെ BP അപ്പോൾ തന്നെ കൂടും. ഇപ്പോൾ നീ സേഫ് സോണിലാണ്. പക്ഷെ സത്യം പറ, ഏറ്റവും കൂടുതൽ പേടി എന്തിനെ കുറിച്ചാണ്? ചേട്ടാ, ഇതൊക്കെ കഴിഞ്ഞിട്ടും എങ്ങാനും പണം നഷ്ടപ്പെട്ടാലോ? കരയുന്നത് പിന്നീട്. ഇപ്പോൾ സ്മാർട്ട് മോഡ് ഓൺ. സ്റ്റെപ്പ് 1, 1930 കോൾ ചെയ്യുക. കാരണം എത്രയും വേഗം വിളിക്കുന്നോ അത്രയും വേഗം പണം ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. സ്റ്റെപ്പ് നമ്പർ 2, ബാങ്കിൽ വിളിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് കോംപ്രമൈസ് ആയെന്നവരെ അറിയിക്കുക. അതിനാൽ അവർക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷനുകൾ തടയാൻ കഴിയും. ഡിസ്പ്യൂട്ട് ട്രേസ് ചെയ്ത് ഫോളോ അപ്പ് തുടരുക. പരാതി നൽകുക. cybercrime.government.in പോയി തെളിവുകൾ അപ്ലോഡ് ചെയ്യുക. കംപ്ലൈന്റ് ID നോട്ട് ചെയ്ത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ഇത്തരം തട്ടിപ്പുകളിൽ പണം തിരികെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ പരാതി നൽകിയില്ലെങ്കിൽ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി ചേട്ടാ. 100 വാക്കുകൾക്ക് ഒരൊറ്റ വാക്ക്. എന്ത് ചെയ്താലും നോക്കി ചെയ്യുക, ചിന്തിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ റിയൽ ലൈഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനായി കനറ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ്, നിങ്ങളുടെ വാഗ്ദാനങ്ങളുടെ പങ്കാളി.